ഒരു ലോകകപ്പ് ജയിച്ച ടീമിലെ അവിഭാജ്യ ഘടകം, ഇന്ത്യയുടെ അഭിമാന നിമിഷങ്ങളിൽ ഹീറോ ആയി നിന്ന മലയാളി താരം. എന്നിട്ടും തൊട്ടടുത്ത പരമ്പരയിൽ അവൻ പുറത്ത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ സഞ്ജു സാംസണോട് കാണിക്കുന്ന ഈ അനീതി കണ്ടു നിൽക്കാൻ ഇനി ഞങ്ങൾക്കാവില്ല. അതെ, സഞ്ജു സാംസനെ T20 ടീമിൽ നിന്ന് ദയയില്ലാതെ തഴഞ്ഞ BCCIയുടെയും ടീം മാനേജ്മെന്റിന്റെയും നിലപാടിനെതിരെ ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ഇളകിമറിയുകയാണ്. സഞ്ജുവിനെ ടീമിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ ആരാധകരുടെ അമർഷം പുകയുമ്പോൾ ഇതാ വിഷയത്തിൽ കൃത്യമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുതിർന്ന താരവും മുൻ ഇന്ത്യൻ നായകനുമായ അജിങ്ക്യ രഹാനെ. ടീം മാനേജ്മെന്റിന് നേരെ വിരൽ ചൂണ്ടുന്ന സഞ്ജു സാംസന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന അജിങ്ക്യ രഹാനെയുടെ ആ വാക്കുകൾ BCCIയുടെ കരണത്തേറ്റ അടിയാണ്. എന്താണ് രഹാനെ തുറന്നടിച്ചത്? സഞ്ജുവിനെ ഒഴിവാക്കിയതിന് പിന്നിൽ ഡ്രസ്സിംഗ് റൂമിൽ നടന്ന കഥകൾ എന്തൊക്കെയാണ്? BCCI ഒളിച്ചുവെക്കുന്ന ആ വലിയ സത്യങ്ങളിലേക്ക് നമുക്കിന്ന് ആഴത്തിൽ കണ്ണോടിക്കാം. അജിങ്ക്യ രഹാനെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ശാന്തനായ, മാന്യനായ, അനാവശ്യ വിവാദങ്ങളിൽ പെടാത്ത ഒരു കളിക്കാരനാണ്. ഒരു സഹതാരത്തിന് വലിയ അനീതി നേരിടുമ്പോഴല്ലാതെ രഹാനെയെ പോലൊരു സീനിയർ പ്ലെയർ ഇത്തരത്തിൽ പരസ്യ പ്രതികരണത്തിന് മുതിരില്ല. രഹാനെ ചോദിക്കുന്നത് വളരെ ലളിതമായ, എന്നാൽ BCCIക്ക് മറുപടിയില്ലാത്ത ഒരു ചോദ്യമാണ്. T20 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്ന സഞ്ജുവിനെ പെട്ടെന്ന് അടുത്ത പരമ്പരകൾക്കുള്ള സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കിയത് എന്തടിസ്ഥാനത്തിലാണ്? ഒരു മികച്ച താരത്തെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അതിനുള്ള വ്യക്തമായ കാരണങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. രഹാനെയുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. ടീം മാനേജ്മെന്റ് സഞ്ജുവുമായി കൃത്യമായ ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതുന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിനുള്ളിൽ ഒരു വലിയ താക്കീതുണ്ട്. സഞ്ജുവിന് കൃത്യമായ മറുപടി നൽകാൻ BCCI തയ്യാറായിട്ടില്ലെങ്കിൽ അത് ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഒരു വീഴ്ചയാണെന്നാണ് രഹാനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കളിക്കാരൻ ഫോം ഔട്ട് ആകുമ്പോൾ അല്ലെങ്കിൽ തുടർച്ചയായി പരാജയപ്പെടുമ്പോൾ ടീമിൽ നിന്ന് പുറത്താക്കുന്നത് സ്വാഭാവികമാണ്. എന്നാൽ സഞ്ജുവിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ലഭിക്കുന്ന അപൂർവ അവസരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു, ഫോമിലാണെന്ന് തെളിയിക്കുന്നു. പക്ഷേ അടുത്ത ടീം പ്രഖ്യാപിക്കുമ്പോൾ സഞ്ജുവിന്റെ പേര് കാണില്ല. ലോകകപ്പിൽ നമ്മുടെ ഹീറോ ആയിരുന്ന ഒരാളെ പെട്ടെന്ന് തഴയുന്നത് ക്രിക്കറ്റ് ആരാധകർക്കും വിദഗ്ധർക്കും ഒരുപോലെ അത്ഭുതമുണ്ടാക്കുന്ന ഒന്നാണെന്ന് രഹാനെ ഉറപ്പിച്ചു പറയുന്നു. സഞ്ജുവിനോട് കാണിക്കുന്ന ഈ നിലപാട് വിചിത്രമാണെന്ന് മാത്രമല്ല, അത് ക്രിക്കറ്റ് എന്ന കളിയുടെ നീതിശാസ്ത്രത്തിന് തന്നെ എതിരാണ്. ടീമിനായി എക്കാലവും മികച്ച സംഭാവനകൾ നൽകാൻ കഴിവുള്ള ഏത് പൊസിഷനിലും പോയി അടിച്ചു തകർക്കാൻ ശേഷിയുള്ള ഒരു കളിക്കാരന് അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്നില്ല എന്ന പൊതുവായ വികാരമാണ് ഇന്ന് ഭാരതത്തിലെ ഓരോ ക്രിക്കറ്റ് പ്രേമിക്കുമുള്ളത്. അതുതന്നെയാണ് അജിങ്ക്യ രഹാനെയെ പോലൊരു മുൻ നായകനും ഇന്ന് ഉറക്കെ ശബ്ദിക്കുന്നത്. സഞ്ജു സാംസൺ നേരിടുന്ന ഈ മാനസിക സമ്മർദ്ദം നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. കരിയറിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഈ അവഗണനകൾ സഞ്ജുവിന് പുതിയതല്ല. എന്നാൽ ഒരു അന്താരാഷ്ട്ര കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കുന്ന ഒരു താരത്തോട് വീണ്ടും വീണ്ടും ഈ ചതി ആവർത്തിക്കുമ്പോൾ ഏത് കളിക്കാരന്റെയും ആത്മവിശ്വാസം തകരും. ടീമിൽ തന്റെ സ്ഥാനം എന്ന് സുരക്ഷിതമാകുമെന്നറിയാതെ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ അടുത്ത മത്സരത്തിൽ പുറത്താകുമെന്ന ഭയത്തോടെ കളിക്കേണ്ടി വരുന്ന ഒരു കളിക്കാരന്റെ അവസ്ഥ എത്രത്തോളം ദയനീയമാണ്. എന്നിട്ടും സഞ്ജു പരാതി പറയാറില്ല, ആരെയും കുറ്റപ്പെടുത്താറില്ല. ഒരു വശത്ത് പുഞ്ചിരിയും മനസ്സിൽ കളിയോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായി അദ്ദേഹം കാത്തിരിക്കുന്നു. സഞ്ജുവിനേക്കാൾ വളരെ കുറഞ്ഞ നമ്പറുകളുള്ള കളിക്കാർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുമ്പോൾ സഞ്ജുവിന് മാത്രം വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടുന്നു. ഈയൊരു അനീതിക്കെതിരെയാണ് ഇപ്പോൾ രഹാനെയെ പോലുള്ള പ്രമുഖർ ശബ്ദമുയർത്തുന്നത്. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അജിങ്ക്യ രഹാനെ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. സഞ്ജുവിന്റെ പ്രതിഭയിലും കഴിവിലും തനിക്ക് 100% വിശ്വാസമുണ്ട്. ഈ ഒതുക്കലുകൾ സഞ്ജുവിനെ തളർത്തുകയല്ല, മറിച്ച് കൂടുതൽ കരുത്തനാക്കുകയാണ് ചെയ്യുക. പ്രതിസന്ധികളെയും ഒഴിവാക്കലുകളെയും അതിജീവിച്ച് ആഭ്യന്തര ക്രിക്കറ്റിലോ IPLലോ വീണ്ടും റൺമലകൾ തീർത്ത് സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് ശക്തമായി തിരിച്ചെത്തുക തന്നെ ചെയ്യും. കാരണം സഞ്ജു സാംസൺ എന്ന കളിക്കാരന്റെ ടാലന്റിനെ എന്നേക്കുമായി തടഞ്ഞുവെക്കാൻ BCCIയിലെ ഏത് അധികാരിക്കാണ് സാധിക്കുക? കഠിനാധ്വാനത്തിലൂടെയും സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെയും സഞ്ജു തന്റെ സ്ഥാനം തിരിച്ചുപിടിക്കുമെന്ന് സഹതാരങ്ങളും ആരാധകരും ഒരേപോലെ വിശ്വസിക്കുന്നു. വിമർശകർക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകി അദ്ദേഹം വീണ്ടും നീലക്കുപ്പായത്തിൽ തിളങ്ങുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. കൂട്ടുകാരെ, സഞ്ജു സാംസണെ ഒഴിവാക്കിയ BCCIയുടെ ഈ നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്? അജിങ്ക്യ രഹാനെ നൽകിയ ഈ പിന്തുണയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സഞ്ജു ഇനി ഇന്ത്യൻ ടീമിലേക്ക് ശക്തമായി തിരിച്ചെത്തുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. സഞ്ജു സാംസൺ എന്ന മലയാളികളുടെ അഭിമാന താരത്തെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ക്രിക്കറ്റിലെ പുതിയ വാർത്തകൾക്കും ഇതുപോലെയുള്ള ആഴത്തിലുള്ള വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് ബീറ്റ്സ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.